Hi friends, lens&me മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബർത്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പേര് ആഡ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജനനം ആശുപത്രിയിൽ വെച്ചാകുമ്പോൾ പലപ്പോഴും നമുക്ക് രജിസ്ട്രേഷൻ്റെ ടൈമിൽ കുട്ടിയുടെ പേര് ചേർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയാകുമ്പോൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കുട്ടിയുടെ പേരില്ലാതെ ബ്ലാങ്ക് ആയിട്ടാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ കുട്ടിയുടെ പേര് ബ്ലാങ്കായി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പിന്നീട് കുട്ടിയുടെ പേര് ചേർക്കുക, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് 6 വയസ്സിന് താഴെയാണ് കുട്ടിയുടെ പ്രായമെങ്കിൽ മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും ID കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കുട്ടിക്ക് 5 വയസ്സ് കഴിഞ്ഞെങ്കിൽ കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. www.സേവന അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ സേവന സിവിൽ രജിസ്ട്രേഷൻ CRISG കേരള ഗവൺമെൻറ് ഇൻ സേവന സിവിൽ രജിസ്ട്രേഷൻ CRISG കേരള ഗവൺമെൻറ് ഇൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൺലൈൻ ഫോം സബ്മിഷൻ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൺലൈൻ ഫോം സബ്മിഷൻ ഇവിടെ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ അതടിച്ചു കൊടുക്കുക. ലോക്കൽ ബോഡി അതടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സെലക്ട് സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഷൻ നെയിം ഇൻക്ലൂഷൻ ബർത്ത് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ന്യൂ ലോഗിൻ ആണെങ്കിൽ നമ്മൾ ID യും പാസ്വേഡും ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യണം. ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ID യും പാസ്വേഡും ഉപയോഗിച്ച് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവർ ന്യൂ ലോഗിൻ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ സബ്മിഷൻ നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, നെയിം ഓഫ് ഫാദർ, ഡേറ്റ് ഓഫ് ബർത്ത് കലണ്ടർ പ്രകാരം, ജെൻഡർ മെയിൽ ഫീമെയിൽ, പ്രൊപ്പോസ്ഡ് നെയിം ഇൻ ഇംഗ്ലീഷ്, പ്രൊപ്പോസ്ഡ് നെയിം ഇൻ മലയാളം അത് അതിലുള്ള കീബോർഡ് ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഫാദേഴ്സ് കോൺടാക്റ്റ് നമ്പർ, മദേഴ്സ് കോൺടാക്റ്റ് നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നമുക്ക് ആദ്യം കിട്ടിയ ബർത്ത് സർട്ടിഫിക്കറ്റ് പേരില്ലാത്ത ബർത്ത് സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രേഷൻ നമ്പർ അത് കൊടുക്കുക. അതുപോലെ കീ നമ്പർ അതും കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പറോ കീ നമ്പറോ കൊടുത്താൽ മതിയോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഫോർ നെയിം ഇൻക്ലൂഷൻ റിക്വസ്റ്റ് കുട്ടിക്ക് 6 വയസ്സിന് താഴെയാണെങ്കിൽ ഫാദർ ആൻഡ് മദർ രണ്ടുപേരുടെയും ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കുട്ടിക്ക് 5 വയസ്സിന് മുകളിലാണെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി പാരൻസിൻ്റെ ID കാർഡിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ അറ്റാച്ച്മെൻറ്റുകളും JPG ഫോർമാറ്റിലായിരിക്കണം. അത് 1 MB കൂടാൻ പാടില്ല. മാക്സിമം നമുക്ക് 4 അറ്റാച്ച്മെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ID കാർഡുകൾ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. താഴെ സേവ് പ്രിൻ്റ് ഫോം
സേവ് ആൻഡ് പ്രിൻറ്റ് ഫോം അതിൽ ക്ലിക്ക് ചെയ്യുക. അറ്റാച്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം ഐ ഡി എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രിൻറ്റ് ഫോം അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജനന രജിസ്റ്ററിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കേണ്ടതാണ്. ഇതിൻ്റെ താഴെ ജനന രജിസ്ട്രേഷൻ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ പറ്റിച്ചീട്ട് എന്ന് കാണിച്ചിരിക്കുന്നത് പണമടച്ചതിനുള്ള രേഖയായി നമുക്ക് തിരികെ തരുന്നതാണ്. സർട്ടിഫിക്കറ്റ് നമുക്ക് നേരിട്ടോ അതല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തോ എടുക്കാവുന്നതാണ്. ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.